എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയാൽ നൽകിയിടുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെ, ഓരോ ദിവസവും നമ്മളെ മറച്ചും വഹിച്ചും സൂക്ഷിക്കുന്ന ദൈവിക പരിപാലനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 31-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ പ്രാണസങ്കടങ്ങളെ അറിയുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നീ എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിയുന്നു. അതെ, എല്ലാം അറിയുന്നവനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്ന, അറിയുന്ന ദൈവമാണ്. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഇല്ല എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 139-ാം സങ്കീർത്തനത്തിൽ 2-3 വാക്യങ്ങളിൽ എല്ലാം അറിയുന്ന ദൈവത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, കൂടാതെ എൻ്റെ നടപ്പ് എൻ്റെ കിടപ്പ് നീ ശോധന ചെയ്യുന്നു. ദൈവമെല്ലാം അറിയുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, നിന്റെ ഭാരങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ സങ്കടങ്ങൾ എല്ലാം അറിയുന്ന സർവശക്തനായ ദൈവം. അതെ, ദൈവം തൻ്റെ ഭക്തന്റെ പ്രാണസങ്കടങ്ങൾ അറിഞ്ഞു. ആ സങ്കടത്തിന് ദൈവം പരിഹാരം കൊടുത്തു. ആ പരിഹാരം കൊടുത്തപ്പോൾ അവൻ ദൈവത്തിൻ്റെ ദയയിൽ ആനന്ദിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേ, സങ്കടങ്ങൾക്ക് പരിഹാരം വരുത്തി സങ്കടപ്പെടുത്തിയ മേഖലകളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അയച്ച് സന്തോഷം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇവിടെ ഒരു സാധാരണ സങ്കടമല്ല, പിന്നെയോ പ്രാണസങ്കടമാണ്. ജീവനെ വരെ സങ്കടത്തിലാക്കിയിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു അനുഭവം, ഒരു പ്രാണവേദനയുടെ അനുഭവങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം ദൈവത്തിൻ്റെ സന്നിധിയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ മുൾപ്പറപ്പിൽ വെളിപ്പെട്ട തേജോമോനായ ദൈവം മോശയോട് പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവിടെ നിലവിളി ഞാൻ കേട്ടു, എൻ്റെ ജനത്തിൻ്റെ സങ്കടം ഞാൻ അറിയുന്നു. അതെ, ദൈവത്തിൻ്റെ ദൃഷ്ടി എല്ലായിടത്തുമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കണ്ണുകൾ എല്ലാവരെയും കാണുന്നു. അത് പുറം മാത്രമല്ല കാണുന്നത്, ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെന്നിട്ട് കാണുന്ന ദൈവം സർവശക്തനായ ദൈവം.
പ്രാണസങ്കടങ്ങളെ അറിയുന്നു. ഇന്ന് നീ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്താണോ എല്ലാം ദൈവം അറിയുന്നു എന്നുള്ളതാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഹന്നായുടെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൾ ദുഃഖം പേറിക്കൊണ്ട്, നിന്ദ പേറിക്കൊണ്ട്, ഹൃദയം ഉടഞ്ഞവളായി കണ്ണുനീരോടെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ പ്രാർത്ഥിക്കുന്നു. ആ ഭാഗം നാം പഠിക്കുമ്പോൾ സാധാരണ ഒരു സങ്കടമല്ല ഹന്നായിക്കുള്ളത്. പ്രാണനിൽ വേദന തട്ടിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ദൈവമേ, നീ എൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞ് നീ എനിക്കൊരു മകനെ തരണമേ എന്നുള്ള പ്രാർത്ഥന. വിഷയങ്ങൾ പൂർണ്ണമായി, അവിടെ ഭാരം പൂർണ്ണമായി ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ ഇറക്കി വെക്കുകയാണ്. പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും, പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിൽ അവിടെ സങ്കടങ്ങൾ അവൾ പകരുകയാണ്. അവിടെ പ്രാണൻ മുറിഞ്ഞുള്ള പ്രാർത്ഥന. അതേ, ഹൃദയം തകർന്നവർക്ക്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. അവിടെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാണസങ്കടത്തിന്റെ, ഹൃദയം മുറിഞ്ഞുള്ള പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. കേട്ട ദൈവം അവൾ എന്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി നൽകി ദൈവങ്ങളെ മാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നുവോ അതിന്മേൽ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നയീനയിലെ വിധവയുടെ അവസ്ഥയെ ദൈവം മനസ്സിലാക്കി. ഒരു പട്ടണം മുഴുവനും, അവിടെയുള്ള ജനങ്ങൾ മുഴുവനും കരഞ്ഞുകൊണ്ട് മുൻപോട്ട് കടന്നു വരികയാണ്. യേശു നോക്കിയപ്പോൾ ആ വിധവയെ യേശു നോക്കി. സങ്കടം പേർന്ന വിധവ, ഹൃദയം നുറുങ്ങിയ വിധവ, പ്രാണസങ്കടമുള്ള വിധവ. എന്നാൽ അവിടെ പ്രാണസങ്കടങ്ങൾ കർത്താവ് അറിഞ്ഞു. അവളോ വിധവ, ആ മരിച്ചത് വിധവയുടെ ഏക മകനാണ്. യേശു അവിടെ ഹൃദയത്തിന്റെ വേദന കണ്ടു. ഹൃദയത്തിന്റെ പ്രാണസങ്കടങ്ങളെ കണ്ട യേശു അവളോട് മനസ്സലിഞ്ഞു, കരയണ്ട, ശവമഞ്ചം തൊട്ടു ബാല്യക്കാരായി എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ബാല്യക്കാരൻ എഴുന്നേറ്റു. എത്ര സന്തോഷകരമായ അനുഭവമാണ്. എല്ലാം അറിയുന്ന ദൈവം, പ്രാണസങ്കടങ്ങളെ അറിയുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം, മാറയെ മധുരമാക്കുന്ന ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ സങ്കടങ്ങൾ എന്താണ്? പ്രാണസങ്കടങ്ങൾ എന്താണ്? നിങ്ങളുടെ വിഷയങ്ങൾ എന്താണ്? ദൈവത്തിന് പരിഹരിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അതെ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിഷയങ്ങൾ വയ്ക്കൂ, പരിഹാരം അവൻ നിനക്ക് തരും എന്നുള്ളതാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ സങ്കടങ്ങൾ, പ്രാണസങ്കടങ്ങൾ, വേദനകൾ അറിഞ്ഞ് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാക്കണം. നിന്റെ നാമജ്ഞനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. അതേ കർത്താവെ, ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃസൂഷയൻ പാസ്റ്റർ KK ശാമുവേൽ. എന്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ.